ഹായ് ഹലോ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു വാട്ടർ ഈറ്റിനിടെയാണ്. അപ്പോൾ നമ്മൾ കന്യാകുമാരി പോയിട്ട് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഞങ്ങൾ റൂമിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം അമ്പലത്തിൽ തൊഴാൻ പോവാണ്. കന്യാകുമാരി ദേവി ക്ഷേത്രത്തിൽ തൊഴാൻ പോവാണ്. ഞങ്ങൾ ബന്ധുക്കളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയിട്ട് നമ്മൾ ഒരു വെജിറ്റബിൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി. അബിക്കുട്ടന് പൂരി മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് പൂരിയും വടയും കിഴങ്ങറിയും മേടിച്ചു കൊടുത്തു. ഞങ്ങൾ ബന്ധുക്കളെല്ലാവരും ഉണ്ട്. അപ്പം നമ്മളെവിടെ ടൂറിന് പോയാലും മസാല ദോശ വിട്ടൊരു കളിയില്ല കേട്ടോ. അപ്പം ഞാൻ മസാല ദോശയാണ് മേടിച്ചത്. സാമ്പാറും 2 സൈസിൽ ചമ്മന്തിയായിട്ട് മസാല ദോശ കഴിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ഗാന്ധി പാർക്കിൽ പോയി. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. അപ്പോഴേക്ക് ലഞ്ചിൻ്റെ ടൈമായി. അപ്പം നമ്മൾ 1 മണിയൊക്കെ കഴിഞ്ഞു. ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി. അവിടെ ഞാൻ ഓർഡർ ചെയ്തത് വെജിറ്റബിൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ട് അബിക്കുട്ടൻ അത് കഴിക്കുന്നില്ല, എരിവായതുകൊണ്ട്. പിന്നെ അബിക്കുട്ടൻ നമ്മൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത് സോസുമായിട്ട് എങ്ങനെയും കുറച്ച് കഴിച്ചു. അബിക്കുട്ടൻ ബാക്കി സൈസായിട്ട് ഞാനുമായിട്ട് എങ്ങനെയൊക്കെ കഴിച്ചു കേട്ടോ. പറയത്തൊക്കെ ടേസ്റ്റൊന്നുമില്ല. പിന്നെ നമ്മൾ ആ സോസ് തൈരൊക്കെ ചേർത്ത് എങ്ങനെയും കഴിച്ച് തീർത്തു കേട്ടോ. പക്ഷെ നമ്മൾ കഴിച്ച മസാല ദോശ എല്ലാ കടകളിലും നല്ല സൂപ്പർ മസാല ദോശയായിരുന്നു ഞങ്ങൾ കഴിച്ചത്. തലേന്നും കഴിച്ചു, രാവിലെയും കഴിച്ചു, എല്ലാം സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് ബോട്ടിങ്ങിൽ വിവേകാനന്ദ പാറയിലോട്ട് പോകണം കേട്ടോ. അവിടെ ചെന്നിറങ്ങി ഞങ്ങൾ ഫുള്ളും റൗണ്ട് അടിച്ച് കണ്ടതിന് ശേഷം തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ മെമോ ട്രെയിനിലാണ് കയറിയത്. കന്യാകുമാരി കൊല്ലം മെമോ പാസഞ്ചറിലാണ് കയറിയത്. അത് ലേറ്റായിരുന്നു. അന്ന് ഒരുപാട് ലേറ്റായിട്ടാണ് ട്രെയിൻ എടുത്തത്. അപ്പോഴത്തെ ഞങ്ങളൊരു ചായ മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്റ്റോപ്പായ കുഴുത്തറയിൽ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എത്തിയതിന് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് പൊറോട്ടയും ബീഫും കഴിച്ചു. അപ്പോൾ അടിപൊളി ഒരു യാത്രയായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ വേഗം വീട്ടിലെത്താൻ പറ്റി. പിന്നെ അതും കഴിച്ചിട്ട് ഒരു നല്ല ചൂടുള്ള ചായയും കഴിച്ചിട്ട് വേഗം വീട്ടിൽ പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയുള്ളൂ. ടാറ്റാ.